എൻ്റെ കാല് എൻ്റെ കൈകൊണ്ട് തന്നെ കഴുകുന്നത്. എനിക്ക് എൻ്റെ കാല് കഴുകാനും കുനിയാനും ആരോഗ്യമുള്ള സ്ഥിതിക്ക് എൻ്റെ കാലാരും കഴുകുന്നില്ല. ഞാൻ ഈ കാല് കഴുകുന്നതിന് വിശ്വസിക്കുന്ന ആളല്ല. നാരി പൂജയൊക്കെ നടത്തില്ലയോ, കാലൊക്കെ കഴുകിയിട്ട് അതിനൊക്കെ എതിരുള്ള ആളാണ് ഞാൻ. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെയൊക്കെ ഇരുത്തി നാരിയെ പൂജിക്കണം, പക്ഷെ കാല് കഴുകിയിട്ടല്ല എന്നേ ഉള്ളൂ. കാല് കഴുകുന്നതെന്ന് എന്നെ പൂജിക്കത്തില്ല, വേറെ ആളെ അന്വേഷിച്ചു. അതേ ഗണേഷ് കുമാറിനെ ആരും പൂജിക്കത്തില്ല. എൻ്റെ നയം അതല്ല. ഞാൻ ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയാണ്. ആരെ എന്നെ? അയ്യ, അതെന്തെന്നറിയാം, അമ്പലത്തില് അത് അമ്പലത്തിൽ ചെന്നപ്പോൾ ഈ പൂർണ്ണകുംഭം തരുന്ന സമയത്ത് കിണ്ടി വെച്ചിട്ട് വെള്ളം കാലിലോട്ട് ഒഴിച്ചു. അത് എൻ്റെ കാല് പൂജിച്ചതൊന്നുമല്ല, അവർ സ്വീകരിച്ചതെന്ന് അങ്ങനെ ഒരു ആചാരമാണ്. ആ ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് അവർ കാലിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഞാൻ പെണ്ണ് കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ ചെറുക്കനെ സ്വീകരിക്കുമ്പോഴേ അളിയൻ കാലി വെള്ളം ഒഴിക്കും. അത് പൂജയാണോ? അങ്ങനെയൊന്നും പറയാതെ, എല്ലാം പൂജയാക്കാതെ. കാരണം അത് കുശുംബന്മാരാരണ്ട് പറഞ്ഞത്, ആ അമ്പലത്തിലെ കമ്മിറ്റിക്കാരെതിരുള്ളാരണ്ട് പറഞ്ഞതാ. NSSന്റെ ഒരു അമ്പലമാണ്. അവിടുത്തെ ഒരു കൂപ്പൺ വിതരണത്തിൽ വന്നപ്പോൾ പൂർണ്ണകുംഭം തന്ന് സ്വീകരിച്ചു. അപ്പം ഗണ്ടിയിൽ വെള്ളം ഒഴിച്ചു. അതെന്തിനെന്ന് ഞാനും ആലോചിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, അളിയൻ വന്ന് കാലിൽ വെള്ളം ഒഴിക്കുമല്ലോ, അളിയൻ്റെ കാലിൽ വെള്ളം ഒഴിച്ച് കഴിയുക. അല്ല, അതവരെ ആചാരത്തിന്റെ ഭാഗമാണ്. അല്ലാതെ എൻ്റെ കാല് പൂജിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ പാത പൂജിക്കാൻ പറ്റിയ മിടുക്കനൊന്നുമല്ല. അത്രയും വലിയ പ്രതിഭയൊന്നും എനിക്കില്ല കേട്ടോ. അതൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ പാത പൂജയെ പറ്റി നിങ്ങൾ പറയുമ്പോൾ എന്നാ ഇവൻ ഇരിക്കട്ടെ ഒരെണ്ണം, അപ്പോൾ കുറച്ചുകൂടെ ഞാനാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുമല്ലോ. അതുകൊണ്ട് ഇവൻ ഇരിക്കട്ടെ ഒരെണ്ണം എന്ന് വിചാരിച്ചാണ്. എൻ്റെ പാതയൊന്നും പൂജിക്കത്തില്ല. ഞാൻ എൻ്റെ കാലിലൊരാൾ തൊട്ട് വീഴ്ത്താൻ പോലും ഞാൻ തൊടാറുണ്ട്. ഞാൻ എന്നെ കുഞ്ഞുങ്ങളൊക്കെ കാലിൽ തൊട്ട് വരാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നൊരു വാക്കുണ്ടെന്ന് പറയാം, കുഞ്ഞെ നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. അവരെ അനുഗ്രഹിക്കാൻ, അവരെ രക്ഷിക്കാൻ ഞാനാരാ? ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്കൊരു പ്രതിഭയുമില്ല. പക്ഷേ എൻ്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത വേദാന്തം അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി, നീ തന്നെയാണ്. എൻ്റെ ഉള്ളിലൊരു ദൈവാത്മാവുണ്ട്. ജീവാത്മാവ് തന്നെ പരമാത്മാവെന്ന് പറയും. ആ പരമാത്മാവ് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതുകൊണ്ട് എൻ്റെ കാലിൽ തൊട്ട്, അല്ല ഗണേഷ് കുമാറിൻ്റെ കാലിലാരും തൊട്ട് വേണ്ടായിരുന്നു. എൻ്റെ ആവശ്യമില്ല. കുഞ്ഞുങ്ങൾ തൊഴുമ്പോൾ ഞാൻ പറയും, മക്കളെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കാനും രക്ഷിക്കാനൊക്കെ ദൈവത്തിനെ അധികാരമുള്ളൂ. നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. അത് ആ അമ്പല കമ്മിറ്റിക്കാരോട് കുശുമ്പുള്ളാരായിട്ട് പറഞ്ഞതാ. അത് പാദപൂജയൊന്നുമല്ല. അളിയൻ്റെ കാലി വെള്ളം ഒഴിച്ചിട്ടില്ലേ നിങ്ങളിൽ പലരും? അളിയനെ സ്വീകരിക്കാൻ നേരം പൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ റിസപ്ഷൻ അളിയനെ വീക്കുമ്പോൾ പുതുമണവാളൻ്റെ കാലിലോട്ട് വെള്ളം ഒഴിച്ചല്ലേ ഹിന്ദുക്കൾ സ്വീകരിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പെങ്ങന്മാരെ കല്യാണത്തിനൊക്കെ അങ്ങനെ സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാദപൂജയായിട്ട് കരുതുന്നില്ല. അതൊന്ന് വെച്ച് അളിയൻ്റെ അടിമയാണോ നമ്മളല്ലല്ലോ. ഏതാ അളിയൻ്റെ കാലി വെള്ളം ഒഴിച്ചു, കഴുത്തി മാല ഇട്ടു, സ്വീകരിച്ചു. അളിയൻ്റെ അടിമയൊന്നും അല്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞു തന്ന അളിയനോട് പറഞ്ഞാൽ മതി, അവൻ്റെ ഉദ്ദേശം എന്നോട് വേണ്ടാന്ന് പറഞ്ഞാൽ മതി.